ഹായ് ഫ്രണ്ട്സ്, അനാട്ടമി പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ബേസിക്കലി അനാട്ടമി നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ കുറച്ച് വീഡിയോ സീരീസിൽ കൂടെ നമ്മൾ നോക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഹാർട്ടിൻ്റെ അനാട്ടമിയെ പറ്റിയാണ് പഠിക്കുന്നത്. ഹാർട്ടിന് പോയ 4 ചേമ്പറാണുള്ളത്: റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അങ്ങനെ 4 ചേമ്പറാണ്. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ പഠിക്കുന്നതാണ്. ഇതിൽ റൈറ്റ് സൈഡിൽ, അതായത് റൈറ്റ് ഏട്രിയത്തിലും റൈറ്റ് വെൻട്രിക്കിളിലും പൊതുവെ ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ആയിരിക്കും. ലെഫ്റ്റ് സൈഡിലുള്ളത്, അതായത് ലെഫ്റ്റ് ഏട്രിയത്തിലും ലെഫ്റ്റ് വെൻട്രിക്കിളുമാണ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. നമ്മൾ നേരത്തെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിരുന്നത് അതായത് പ്യുവർ ബ്ലഡ്, ഇംപ്യൂർ ബ്ലഡ് എന്നായിരുന്നു. പ്യുവർ ബ്ലഡ് എപ്പോഴും ഓക്സിജൻ കൂടുതലുള്ള ബ്ലഡ്, അതായത് റെഡ് ബ്ലഡും, അത് ഇംപ്യൂർ ബ്ലഡ് ബ്ലൂ കളറിലുമാണ് നമ്മൾ സാധനം പഠിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെ ഇനിയുള്ള അനാട്ടമി ക്ലാസ്സുകളിലും അല്ലെങ്കിൽ അനാട്ടമിയുടെ തുടർന്നുള്ള എല്ലാ ഇതിലും പഠിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ബ്ലൂ കളറിൽ ഡിനോട്ട് ചെയ്യുന്ന മിക്കവാറും ഡീഓക്സിനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ വീനസ് ബ്ലഡ് ആയിരിക്കും. ആൻഡ് റെഡ് കളറിൽ ഉപയോഗിക്കുന്നത് മിക്കവാറും നല്ലോണം ഓക്സിജനുള്ള പ്യുവർ ബ്ലഡ് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അപ്പം നമ്മൾ എപ്പോഴും ഇനി ഹാർട്ടിൻ്റെ ചേമ്പേഴ്സിനെ പറ്റി ഹാർട്ടിൻ്റെ ഡയഗ്രാമത്തിലൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ ബ്ലൂ കളർ കാണുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അത് ഡീഓക്സിനേറ്റഡ് ബ്ലഡും മറ്റത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വാൽവുകളാണ്. സ്വാഭാവികമായിട്ട് 4 ചേമ്പർ ഉള്ളപ്പോൾ 4 വാൽവുകളാണ് ഉണ്ടാവുക. ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ്, അതായത് ട്രൈക്കസ്പിഡ് വാൽവും ബൈക്കസ്പിഡ് വാൽവും, 2 വാൽവുകളുണ്ട്. റൈറ്റ് സൈഡിലുള്ള റൈറ്റ് ഏട്രിയോ വെൻട്രിക്കുലർ വാൽവിനാണ് ട്രൈക്കസ്പിഡ്സ് എന്ന് പറയുന്നത്. ട്രൈക്കസ്പിഡ്സിന് 3 എതിളുകളാണുള്ളത്. അതുകൊണ്ടാണ് അതിന് ട്രൈക്കസ്പിഡ്സ് എന്ന് പറയുന്നത്. കസ്പിഡ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പല്ല് എന്നാണ്. പക്ഷേ പല്ലും ആദ്യമല്ല, ഒരു എതല് പോലെയാണ് അതിൻ്റെ ഇരിപ്പ്. അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അങ്ങനെ ട്രൈക്കസ്പിഡ് വാൽവിന് 3 എതിരുകളും ബൈക്കസ്പിഡ് വാൽവ്, അതായത് ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയ്ക്കുള്ള വാൽവിനെയാണ് ബൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. അതിന് മിട്രൽ വാൽവ് എന്നും പറയാറുണ്ട്. അങ്ങനെ ഈ ഏട്രിയോ വെൻട്രിക്കിളിൻ്റെ ഇടയ്ക്കുള്ള 2 വാൽവുകളാണുള്ളത്. ഇനിയുള്ള വാൽവുകൾ 2 എന്ന് പറയുന്നത് സെമി ലൂണാർ വാൽവ്സ് ആണ്. സെമി ലൂണാർ വാൽവ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലുള്ള റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ട്രങ്കിലേക്കും ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്കും പോകുന്ന ബ്ലഡുകൾ തിരിച്ച് ബാക്ക് ഫ്ലോ വരാതിരിക്കാൻ വേണ്ടി അയോട്ടയുടെ തുടക്കത്തിൽ തന്നെയും അതുപോലെ പൾമണറി ട്രങ്കിൻ്റെ തുടക്കത്തിൽ തന്നെയും ഈ 2 വാൽവുകളുണ്ട്, സെമി ലൂണാർ വാൽവുകൾ. ഈ 2 വാൽവുകളും 3 ഫ്ലാപ്പ് ഉള്ളത് തന്നെയാണ്. രണ്ടിൻ്റെ ഏകദേശം സിമിലർ ഡ്യൂട്ടിയാണ്, സിമിലർ ഷേപ്പുമാണ്. അതിൻ്റെ പിക്ചറും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. 3 തരത്തിലാണ് ഹാർട്ടിൻ്റെ സർക്കുലേഷൻ ഉള്ളത്. ഈ പമ്പിങ് തന്നെ 3ആയിട്ട് തരംതിരിക്കാം. അതിൽ ഏറ്റവും ആദ്യം ഞാൻ ഈ പറയുന്ന പോലെ സിസ്റ്റമിക് സർക്കുലേഷൻ, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഹാർട്ടിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് ശരീരത്തിലെ എല്ലാ സൈഡിലോട്ടും പോകുന്നു. അത് എവിടെ നിന്നാണ് പോകുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്ത് അതിൽ നിന്ന് ബ്ലഡ് സെമി ലൂണാർ വാൽവ് കടന്ന് അയോട്ടയിലോട്ട് കയറി, അയോട്ടയിലെ ആർച്ച് ഓഫ് അയോട്ട, ഡിസെൻഡിങ് അയോട്ട, അതിലേക്കൂടെ താഴേക്ക് പോകും. അങ്ങനെ അവിടെ നിന്ന് എല്ലാം ബ്രാഞ്ചായി ഓരോ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. നമ്മുടെ ശരീരത്തിലെ മറ്റു പല ആർട്ടറീസിൽ കൂടെ, അതിൻ്റെ ആർട്ടീരിയോളിസിൽ കൂടെയും അറ്റ് ലാസ്റ്റ് അത് ടിഷ്യൂ ലെവലിലെത്തി ഇതിലുള്ള ഓക്സിജൻ, അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡ്, ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള ബ്ലഡ് നേരെ ടിഷ്യൂ ലെവലിലേക്ക് വരും. അവിടെ എന്നിട്ട് അത് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കും. അതായത് സ്വാഭാവികമായിട്ട് ഈ ഗ്യാസ്, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബേസിക് പ്രിൻസിപ്പിളാണ് ഞാൻ പറയുന്നത്. ഈ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കാനായിട്ട് ഹൈ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്ത് നിന്ന് ലോ കോൺസെൻട്രേഷനിലോട്ടുള്ള സ്ഥലത്തിലോട്ട് അത് സ്വാഭാവികമായിട്ട് പോകും. അത് പ്രകൃതി നിയമമാണ്, എല്ലായിടത്തും നടക്കുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഈ എല്ലാ സർക്കുലേഷനിലും നമ്മൾ ഈ പറയാൻ പോകുന്നത് ഈ സെയിം സംഗതിയാണ്. അതായത് ഈ ഓക്സിജനേറ്റഡ് ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് കോൺസെൻട്രേഷൻ കൂടുതലുണ്ട്. അതായത് ടിഷ്യൂ ലെവലിൽ എത്തുമ്പോൾ ടിഷ്യൂ ലെവലിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അംശമാണ് കൂടുതലുള്ളത്, ഓക്സിജൻ്റെ അംശം കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹയർ ഓക്സിജൻ ഉള്ള സ്ഥലത്ത് നിന്ന് ലോവർ ഓക്സിജനിലോട്ട് പോകും. അപ്പോൾ ടിഷ്യൂ ലെവലിൽ ലോവർ ഓക്സിജനാണ് ഉള്ളത്. അതുകൊണ്ട് ബ്ലഡിലുള്ള ഓക്സിജൻ ഈ ടിഷ്യൂസിലോട്ട് വരും. ടിഷ്യൂസിൽ ഹയർ ആയിട്ട് നിൽക്കുന്ന കോൺസെൻട്രേഷനിലുള്ള കാർബൺ ഡയോക്സൈഡ് നേരെ ബ്ലഡിലോട്ട് പോകും. അത് കാപ്പിലറീസ് വഴി ടേൺ ബാക്ക് ടു ബ്ലഡിൻ്റെ സ്ട്രീമിലോട്ട് മാറും. ആൻഡ് ദെൻ വെയിൻസിലേക്ക് അത് ക്യാരി ചെയ്യും. വെയിൻസിലോട്ട് ക്യാരി ചെയ്യുമ്പോൾ അത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡാണ്. അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡ് അവിടെ കൊടുത്തു കഴിഞ്ഞു, ഓക്സിജൻ അവിടെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഈ നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അത് ഡീഓക്സിജനേറ്റഡ് ആയി. ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡാണ് വെയിൻസ് വഴി അതായത് ഇൻഫീരിയർ വീനക്കാവയും സുപ്പീരിയർ വീനക്കാവയും വഴി അത് റിട്ടേൺ അടിക്കുന്നത്. അത് ആദ്യം വെയിനിയോൾസിൽ കൂടെ വന്ന് വെയിൻസിലേക്ക് കൂടെ വന്ന് പിന്നെ ഈ മെയിനായിട്ടുള്ള താഴെ ലോവർ പാർട്ടിലുള്ള വെയിൻസിലേക്കൂടെ വരുന്നത് എല്ലാം ഇൻഫീരിയർ വീനക്കാവയിലും ഹയർ പാർട്സിലേക്കൂടെ വരുന്ന എല്ലാ ബ്ലഡുകളും സുപ്പീരിയർ വീനക്കാവയിലും ലാസ്റ്റ് വന്ന് ചേരുന്നത് റൈറ്റ് ഏട്രിയത്തിലാണ്. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് എന്താ സംഭവിക്കുന്നത്? താഴേക്ക് റൈറ്റ് വെൻട്രിക്കിലോട്ടാണ്. ഇപ്പോൾ ഇത്രയുള്ളൊരു സർക്കുലേഷൻ, അതായത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന്
ആ ബ്ലഡ് പോയി ശരീരത്തിൽ കൂടെ മൊത്തം റൊട്ടേറ്റ് ചെയ്ത് ലാസ്റ്റ് റൈറ്റ് ഏട്രിയം വരെ എത്തുന്ന ആ ഒരു സർക്കുലേഷനെയാണ് നമ്മൾ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഈ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. പിക്ചർ എപ്പോഴും നിങ്ങൾക്ക് അനട്ടമിയിൽ ഏറ്റവും മസ്റ്റാണ്. പിക്ചർ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ആവുള്ളൂ. ഇതുപോലെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കുമ്പോഴും നിങ്ങൾ ഈ പിക്ചർ മാക്സിമം അതിൽ പ്രസൻറ്റ് ചെയ്യണം. എന്നാലാണ് നിങ്ങൾക്കത് എക്സാമിനർക്കും പെട്ടെന്ന് എളുപ്പം നോക്കി മനസ്സിലാക്കാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമെന്നുള്ളതിന്. ഓക്കെ, അപ്പോൾ സിസ്റ്റമിക് സർക്കുലേഷൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വെരി സിമ്പിൾ അല്ലേ. ഇനി ഇതിനെക്കാട്ടി പ്രാധാന്യമുള്ളൊരു സർക്കുലേഷനാണ് പൾമറി സർക്കുലേഷൻ. പൾമറി സർക്കുലേഷനിലാണ് ഈ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. നമുക്ക് ഓക്സിജൻ്റെ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ ബ്ലഡിൽ ടിഷ്യൂ ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ ആദ്യം എക്സ്ചേഞ്ച് നടക്കണം. അത് നടക്കുന്നത് എവിടെയാണ്? ലങ്സിലാണ്. ലങ്സിലെ ആൽവിയോളയിലാണ് ഈ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ നമ്മുടെ അതിലത്തെ ഓക്സിജൻ, ഹയർ ഓക്സിജൻ കണ്ടൻറ്റുള്ള എയർ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നിന്ന് ലങ്സിൻ്റെ അകത്ത് നിന്ന് ആൽവിയോളയിൽ വരുന്നു. ആൽവിയോളയിലാണ് ഈ പൾമറി സർക്കുലേഷൻ്റെ ആ ഒരു പോർഷൻ അവിടെ വന്ന് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. പൾമറി സർക്കുലേഷനിലോട്ട് ബ്ലഡ് വരുന്നതിനെ പറ്റി പഠിക്കാം. അത് നമ്മളിപ്പോൾ ഈ പഠിച്ചല്ലോ, ഈ നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിൽ നിന്ന് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് റൈറ്റ് ഏട്രിയത്തിൽ വരുന്നതായിട്ട് നമ്മൾ പഠിച്ചല്ലോ. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ട്രൈക്കസ്പിഡ് വാൽവ് വഴി അത് താഴേക്ക് ഇറങ്ങുന്നു. അതിൻ്റെ തൊട്ട് താഴെയുള്ള റൈറ്റ് വെൻട്രിക്കിളിൽ എത്തുന്നു. റൈറ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് നേരെ പോകുന്നത് പൾമറി ട്രങ്കിലോട്ടാണ്. പൾമറി ട്രങ്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ ഡിവിഷൻസ് കുറേ ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. എനിവേ പൾമറി ട്രങ്ക് നേരെ പോകുന്നത് ലങ്സിലോട്ടാണ്. ലങ്സിൻ്റെ അകത്തോട്ട് പോയിട്ട് ലങ്സിൻ്റെ ഏറ്റവും മൈന്യൂട്ട് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്ന സ്ഥലമാണ് ആൽവിയോളൈ. ആൽവിയോളയിൽ വന്നിട്ട് ഈ ലോ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഉള്ള ബ്ലഡ്, അതായത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് അവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ആ ആൽവിയോളസിലുള്ള എക്സസ് ഓക്സിജൻ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രിൻസിപ്പിൾ, ഹയർ ഓക്സിജൻ ഉള്ള ലെവലിൽ നിന്ന് ലോവർ ഓക്സിജൻ ഉള്ള ലെവലിലോട്ട് ട്രാൻസ്ഫർ ആവും. അതായത് എയറിലുള്ള ഓക്സിജൻ ഈ ബ്ലഡിൻ്റെ അകത്തുള്ള ലോ കോൺസെൻട്രേറ്റഡ് ഓക്സിജനുമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ ലോ ഓക്സിജൻ, അതായത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിലുള്ള എക്സസ് കാർബൺ ഡയോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ തിരിച്ചും പോകും. അവിടെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കും. അതിനുശേഷം എന്തായി, ഈ ബ്ലഡ് ഇതിൽ മാക്സിമം ഓക്സിജൻ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും മാക്സിമം ഓക്സിജൻ ഉള്ള ബ്ലഡ്, അതായത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും മാക്സിമം ഓക്സിജൻ ഉള്ള ആ ബ്ലഡ് എന്താണ്? ഓക്സിജനേറ്റഡ് ബ്ലഡാണ്. അത് എവിടെ വരണം? അത് തിരിച്ച് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിൽ വരണം. ലെഫ്റ്റ് ഏട്രിയത്തിൽ വന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വന്നിട്ട് വേണം പിന്നെ സിസ്റ്റമിക് സർക്കുലേഷൻ സപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരുന്നതാണ് പൾമണറി വെയിൻസ് വഴി. പൾമണറി വെയിൻസ് വഴി എവിടെ വരും? ലെഫ്റ്റ് ഏട്രിയത്തിൽ വരും. ഒരു കാര്യം പറയാൻ ശ്രദ്ധിക്കുക, ഹാർട്ടിലോട്ട് പോകുന്ന ബ്ലഡിനെ നമ്മൾ വെയിൻസ് വഴിയാണ് പോകുന്നത്. വെയിൻസ് അല്ലെങ്കിൽ വീനക്കാവ അല്ലെങ്കിൽ വെയിൻസ് വഴി. ഹാർട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ബ്ലഡോ അയോട്ട വഴി, ആർട്ടറി വഴി, അങ്ങനെ പോകുന്നതിനെ നമ്മൾ ആർട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പൾമറി ട്രങ്ക് വന്നിട്ട് പൾമറി ആർട്ടറിയായി മാറി. അതാണ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലങ്സിലോട്ട് കൊണ്ടുപോയത്. ലങ്സിൽ നിന്ന് അത് ഓക്സിജനേറ്ററായി അതിനെ തിരിച്ചു കൊണ്ടുവരുന്നത് ആരാ? പൾമറി വെയിൻസ്. പൾമറി വെയിൻസ് ലെഫ്റ്റ് ഏട്രിയത്തിലെ ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ്, അതായത് പ്യുവർ ബ്ലഡ് അല്ലെങ്കിൽ ഫുൾ ഓക്സിജൻ കോൺസെൻട്രേഷനുള്ള ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിൽ വന്നെത്തിക്കും. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് തൊട്ട് താഴെയുള്ള ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് ബൈക്കസ്പിഡ് വാൽവ് വഴി ഇറങ്ങി വന്നതിന് ശേഷം ഈ ബ്ലഡ് ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ, സിസ്റ്റമിക് കൺട്രാക്ഷൻ നടക്കുമ്പോൾ ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലോട്ട് പാസ് ചെയ്യും. അയോട്ടയാണ് പിന്നെ അവിടെ സിസ്റ്റമിക് സർക്കുലേഷനായി. അപ്പോൾ ഈ ഇവിടം വരെയുള്ളത്, അതായത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് പോയി അത് ലങ്സിൽ നിന്ന് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ഒക്കെ നടന്ന് അത് തിരിച്ച് പൾമറി വെയിൻസ് വഴി ലെഫ്റ്റ് ഏട്രിയം വരെ എത്തുന്ന ആ ഒരു സർക്കുലേഷനാണ് പൾമറി സർക്കുലേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ 2 സർക്കുലേഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത സർക്കുലേഷൻ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സർക്കുലേഷൻ, അതാണ് കൊറോണറി സർക്കുലേഷൻ. ഹാർട്ടിൻ്റെ മസിൽസിനും ബ്ലഡ് വേണം, അതിനും വേണ്ട ഓക്സിജൻ. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയുള്ള സർക്കുലേഷനാണ് കൊറോണറി സർക്കുലേഷൻ. കൊറോണറി ആർട്ടറി വഴിയാണ് ചെയ്യുന്നത്. കൊറോണറി ആർട്ടറി ഒരു എൻഡ് ആർട്ടറിയാണ്. ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ആർട്ടറിയാണ് കൊറോണറി ആർട്ടറി. അതിൻ്റെ പിക്ചർ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഹാർട്ടിനെ ഒരു പൊതിയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ഈ കടയിൽ സാധനം മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് വള്ളി ചുറ്റി തരത്തില്ലേ, അതേപോലെ ഹാർട്ടിനെ മൊത്തത്തിൽ പൊതിയാണ് ചെയ്യുന്നത് ഈ ആർട്ടറി. അതുകൊണ്ടാണ് അതിനെ കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആർട്ടറി തുടങ്ങുന്നത് നമ്മുടെ അയോട്ടയിൽ നിന്നാണ്. അയോട്ടയുടെ ഫസ്റ്റ് ബ്രാഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. അയോട്ട, അതായത് ലെഫ്റ്റ് വെൻട്രിക്കിൾ കഴിഞ്ഞിട്ട് വാൽവ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അയോട്ടിക് വാൽവ്, അയോട്ടിക് സെമി ലൂണാർ വാൽവ് കഴിഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് മുകളിലായിട്ടാണ്
ഈ ഇതിൻ്റെ ഓപ്പണിംഗ് ഉള്ളത്, അതായത് കൊറോണ്ടറി ആർട്ടറിയുടെ ഓപ്പണിംഗ് ഉള്ളത്. കൊറോണ്ടറി ആർട്ടറി രണ്ടെണ്ണം ഉണ്ട്, ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട്. അത് വന്നതിന് ശേഷം ആൻറ്റീരിയർ ആയിട്ടും പോസ്റ്റീരിയർ ആയിട്ടും തിരിയുന്നുണ്ട്. അങ്ങനെ അത് കവർ ചെയ്യുന്നുണ്ട്, ഹാർട്ടിനെ അത് കവർ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പിക്ചറിൽ എക്സാക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ പിക്ചർ കൊടുക്കുന്നത്. അതിൽ പറയുന്ന മാതിരി കറക്റ്റായിട്ട് അത് ഇങ്ങനെ കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടക്റ്റിംഗ് സിസ്റ്റം ഓഫ് ഹാർട്ട്, രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇതിനുള്ളത്. SA നോഡും AV നോഡും, സൈനോ ഏട്രിയൽ നോഡ് ആൻഡ് അട്രിയോ വെൻട്രിക്കുലർ നോഡ്. ഇങ്ങനെ രണ്ട് നോഡുകളാണ് ഇതിൽ മെയിനായിട്ട് പഠിക്കേണ്ടത്. സെൽഫ് എക്സൈറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു പ്രത്യേക ടൈപ്പ് ടിഷ്യൂ ആണ് ഈ SA നോഡ്, സൈനോ ഏട്രിയൽ നോഡ് എന്ന് പറയുന്നത്. ഈ SA നോഡ് എക്സൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും AV നോഡ് കുറച്ചുകൂടെ താഴെയായിട്ട് നമ്മുടെ ഈ രണ്ട് വെൻട്രിക്കിൾ അല്ല രണ്ട് ഏട്രിയം തമ്മിലുള്ള ജോയിൻറ്റ് ചെയ്യുന്നതിൻ്റെ നടുക്കായിട്ട്, അതായത് റൈറ്റ് ഏട്രിയത്തിൻ്റെയും ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയും നടുക്കായിട്ട്, അത് ഏകദേശം ആൻറ്റീരിയറിലാണ് അതിൻ്റെ പൊസിഷനുള്ളത്. അവിടെ ആയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ഏട്രിയോ വെൻട്രിക്കുലർ നോഡ്. ഓക്കെ, ഈ നോഡ് SA നോഡ് ഉൽപ്പാദിപ്പിച്ച എക്സൈറ്റഡ് ആയിട്ടുള്ള ആ ഇലക്ട്രിക് ഇമ്പൾസ് ഇത് ക്യാച്ച് ചെയ്തിട്ട് ഇത് താഴോട്ട് സെൻഡ് ചെയ്യും. ഓക്കെ, SA നോഡിൽ നിന്ന് ആ ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യുന്നു, ആ സ്പന്ദനം അവിടെ ഉണ്ടാകുന്നു. AV നോഡ് അത് ക്യാച്ച് ചെയ്യുന്നു. അത് ക്യാച്ച് ചെയ്തതിന് ശേഷം അത് മറ്റുള്ള സ്ഥലങ്ങളിലോട്ട്, അതായത് ഹാർട്ടിൻ്റെ മറ്റുള്ള ഭാഗത്തിലോട്ട് വളരെ ക്വിക്കായിട്ട് തന്നെ പാസ് ചെയ്യുന്നു. അത് പാസ് ചെയ്യുന്ന വഴിയാണ് ബണ്ടിൽ ഓഫ് ഹിസ്, പർക്കിഞ്ചി ഫൈബർ, അങ്ങനെയാണ് ഇത് മൊത്തം ഈ ഹാർട്ടിലോട്ടും സെൻഡ് ചെയ്യുന്നത്. ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയുന്നത് ഇത് കണ്ടുപിടിച്ച ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റ്, ജർമ്മൻ അനട്ടമിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അത് ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഹിസ് എന്ന് പറയുന്നതിന് ഫുൾ ഫോം കാര്യങ്ങളൊന്നുമില്ല. ഇത് ബണ്ടിൽ ഓഫ് ഹിസ് വന്നതിന് ശേഷം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആയിട്ട് തിരിയുന്നുണ്ട്. ലെഫ്റ്റ് അത് പിന്നെയും താഴോട്ട് പോയി അത് രണ്ട് സൈഡിലേക്കും താഴേക്ക് പോകുന്നുണ്ട്. പിന്നെ അത് ആൻറ്റീരിയർ ആയിട്ടൊക്കെ ബ്രാഞ്ച് ചെയ്യുന്നുണ്ട്. അവസാനം അറ്റ് എൻഡ് അത് ബിക്കം സം ടൈപ്സ് ഓഫ് ഫൈബേഴ്സ്. ദീസ് ഫൈബേഴ്സ് ആർ കോൾഡ് പർക്കിഞ്ചി ഫൈബേഴ്സ്. ഈ പർക്കിഞ്ചി ഫൈബേഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ ബണ്ടിൽ ഓഫ് ഹിസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് ഞൊടിയിടയിൽ, അത്രയൊന്നുമില്ല അങ്ങനെയൊന്നും പറയുന്നതിന് അതിന് മുമ്പ് അത്രയും ഫാസ്റ്റായിട്ട് കണ്ടക്ട് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള നെർവ് ഫൈബേഴ്സാണ് അവിടെ ഉള്ളത്. SA നോട് കൺട്രാക്റ്റഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഏട്രിയം കൺട്രാക്ട് ആകും. ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിലോട്ട് ബ്ലഡ് പാസ് ചെയ്യുന്നു. വെൻട്രിക്കിളിൽ നിന്ന് പാസ് ചെയ്യുന്ന സമയത്താണ് ഈ ഏട്രിയോ വെൻട്രിക്കുലർ AV നോഡിൻ്റെ പ്രവർത്തനം. AV നോഡ് പ്രവർത്തിക്കുമ്പോഴത്തേക്കും ആ പർക്കിഞ്ചി ഫൈബേഴ്സ് എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ചുരുങ്ങുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വെൻട്രിക്കിൾസ് പമ്പ് ചെയ്യുന്നത്. അങ്ങനെയാണ് വെൻട്രിക്കിൾസിൽ നിന്ന് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിസ്റ്റം മനസ്സിലായി. അതായത് സർക്കുലേഷൻ, ഇതിൻ്റെ കണ്ടക്റ്റിംഗ് സിസ്റ്റം, അതായത് ഹാർട്ടിൻ്റെ കണ്ടക്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ SA നോഡ് എക്സൈറ്റ് ചെയ്ത് അതിൻ്റെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് AV നോഡ് വലിച്ചെടുത്ത് ആ AV നോഡ്സിൽ നിന്ന് ബണ്ടിൽ ഓഫ് ഹിസ് വഴി അത് പാസ് ചെയ്ത് പർക്കിഞ്ചി ഫൈബേഴ്സിലൂടെ അങ്ങനെ ഹാർട്ടിനെ മേക്ക് ചെയ്യുന്ന ആ ഒരു എല്ലാ ഈ കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ കണ്ടക്റ്റിംഗ് സിസ്റ്റം ഓഫ് ഹാർട്ടിൽ കൂടെ നമ്മൾ ഇതാക്കുന്നത്. ഇതിന് നമ്മൾ പിക്ചർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിക്ചർ വെച്ചിട്ട് വേണം നമ്മൾ ഇത് പഠിക്കാൻ, അല്ലെങ്കിൽ നമ്മളിത് മറന്നുപോകും. നമുക്ക് പിക്ചറിൻ്റെ ഒരു ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിൽ ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലാണ് അത് എക്സാമിനർക്കും ഇത് ഈ പിക്ചർ കണ്ടാലാണ് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാമെന്നുള്ളത്. അനാട്ടമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിക്ചർ. അതും കളർഫുൾ ആക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞു. ഹാർട്ടിൻ്റെ ബേസിക് അനാട്ടമി പഠിച്ചു, ഹാർട്ടിൻ്റെ സർക്കുലേഷൻ പഠിച്ചു, ടൈപ്സ് ഓഫ് സർക്കുലേഷൻ, പിന്നെ ഹാർട്ടിൻ്റെ ചേമ്പേഴ്സ്, ഹാർട്ടിൻ്റെ ഈ വാൽവുകൾ, അതെല്ലാം പഠിച്ചു. ഹാർട്ടിന് എങ്ങനെ ബ്ലഡ് കിട്ടും എന്നുള്ള കാര്യത്തെ പറ്റി പഠിച്ചു. പിന്നെ കണ്ടക്റ്റിംഗ് സിസ്റ്റം, ഇലക്ട്രിക്കൽ ഇമ്പൾസ് എങ്ങനെ ഉണ്ടാകുന്നു, അതെങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നു പഠിച്ചു. അങ്ങനെ നമ്മുടെ ഹാർട്ടിൻ്റെ എല്ലാ പ്രവർത്തനം പഠിച്ചു കഴിഞ്ഞു. ഹാർട്ടിൻ്റെ ഏകദേശം അനാട്ടമി തീർന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ പ്രശ്നങ്ങളോ എന്തെങ്കിലും, അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാം. ഇത് ആവശ്യമെന്ന് തോന്നുന്നവർക്ക് ഇത് ദയവായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾ ഇനിയും പല വീഡിയോകളിലും ഓരോ സബ്ജക്റ്റ് ഈ അനാട്ടമിയായിട്ട് ബന്ധപ്പെട്ട ഇനി മറ്റുള്ള സിസ്റ്റംസ്, അതായത് റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇങ്ങനെയുള്ള ഓരോ സിസ്റ്റംസ് ഓരോ ദിവസങ്ങളിൽ നമ്മൾ ഇത് ഇടുന്നതായിരിക്കും. നിങ്ങളും അനാട്ടമി നന്നായിട്ട് പഠിക്കാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.